ஆப்ரேஷன்லாம் முடிஞ்சு ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் யாரும் சொல்லலை, தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன். ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்திருக்கேன். ஸோ அப்பயும் கடவுள் வந்து திருப்பி என்னை காப்பாற்று. எந்த வாய் அடைச்சிட்டு மிண்டாதிருக்குன்னு പറഞ്ഞാൽ மற்றவர் எல்லாரும் സംസാരിക്കും. நாம வந்து நிம்மதியா போகணும், எதுலயும் வந்து தலையிடக்கூடாது. നമസ്കാരം. നടൻ ബാലയെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വ്യക്തിയാണ്. തമിഴ്നാട്ടുകാരനായ ആൾ നമ്മുടെ കേരളത്തിൽ വന്ന് സെറ്റിൽഡായിട്ട് ഒരുപാട് കാലമായി. അതിനിടയിൽ അദ്ദേഹം കേരളത്തിലെ മലയാളി പെൺകുട്ടികളെ 2 പേരെ വിവാഹം കഴിച്ചു ഒഴിവാക്കി. അതിൽ അമൃത എന്ന് പറയുന്ന പാട്ടുകാരിയായിട്ടുള്ള ഐഡിയ സ്റ്റാർ സിംഗർ താരമായിട്ടുള്ള അമൃതയിൽ അയാൾക്കൊരു കുഞ്ഞുമുണ്ട്. പിന്നീട് അയാൾ എലിസബത്തിനെയാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം അയാൾക്ക് കരൾ രോഗം പിടിപെടുകയും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ശേഷം അയാൾ വിവാഹം കഴിക്കുന്നത് കോകില എന്ന് പറയുന്ന മാമൻ്റെ മകളെയാണ്. ഇങ്ങനെ പോകുന്നു ഇയാളുടെ വിവാദമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത്. ഓരോ കൊല്ലവും ഓരോ സ്ത്രീകളാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ബാലയും പുതിയ ഭാര്യയായ കോകിലയുടെയും ചില വെളിപ്പെടുത്തലുകളാണ് ഞെട്ടിക്കുന്നത്. അതിന് എലിസബത്ത് നൽകുന്ന ഒരു FB പോസ്റ്റ് കൂടിയുണ്ട്. നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. ஆப்ரேஷன்லாம் முடிஞ்சு ஒரு மெடிசன் வந்து எனக்கு தப்பாக கொடுத்துட்டாங்க. கொடுத்தவங்க பேரை நான் யாரும் சொல்லலை, தப்பாக நான் கன்சியூம் பண்ணிட்டேன்னு சொல்லிடுறேன். ஸோ அது ரொம்ப நாளில் நான் தெரியாமல் கன்சியூம் பண்ணியிருந்திருக்கேன். ஸோ அப்பயும் கடவுள் வந்து திருப்பி என்னை காப்பாற்று. ഇവിടെ നമ്മുടെ ആക്ടർ ബാലയും പുതിയ ഭാര്യയായിട്ടുള്ള കോകിലയും ഒരു തമിഴ് ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ ചാനൽ വഴിയാണ് അദ്ദേഹം ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നത്. തൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തനിക്ക് തപ്പാന ഒരു മെഡിസിൻ തന്നു. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാണ്. ആ മെഡിസിൻ എനിക്ക് തരുകയും എന്നെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നും കൂടിയാണ് അയാൾ ആരോപിക്കുന്നത്. ആ സമയത്ത് അയാളുടെ കൂടെ ഉണ്ടായിരുന്നത് എലിസബത്ത് എന്ന ഭാര്യയായിരുന്നു. അവരൊരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ അവരെന്നെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോഴുള്ള ഭാര്യയുടെ കൂടെ ചേർന്നുകൊണ്ട് അയാൾ പറഞ്ഞു വെക്കുന്നത്. 10 நாள் ஹாஸ்பிட்டல் அட்மிட் ஆயிருக்கு. அப்போ என் கூட இருக்க அந்த டைமில் என்னை பார்த்துக்க வரேன். அந்த 10 டேஸுங்கிறது வந்து என் 2 கையிலையும் வந்து டியூப்ஸ் போகுது. இந்த 2 கை இப்படி தான் இருக்கும். ஸோ ஒரு பேசிக் நீட்ஸ்ன்னு சொல்கிறது, சாப்பாட்டுலேருந்து குளிக்கிறதுலேருந்து பாக்கி விஷயங்கள் எல்லாமே வந்து ஒரு தாயால் மட்டும்தான் பண்ண முடியும். அன்னைக்கு தான் நான் ஒரு தாரத்தை பார்த்தேன். என் மனசு അപ്പോൾ എങ്ങനെയുണ്ട് അയാൾ ഈ പറഞ്ഞു വരുന്നത്? ആ സമയത്ത് തന്നെ ഒരു തായയെ പോലെ, അമ്മയെ പോലെ പരിചരിച്ചത് ഈ ഇരിക്കുന്ന കോകിലയാണ്. അങ്ങനെയാണ് എനിക്ക് കോകിലയോട് പ്രണയം തോന്നുന്നത് എന്നാണ്. എന്നാൽ ഈ സമയത്തൊക്കെ ഇയാൾ പറഞ്ഞിരുന്നത് ഭാര്യ ഡോക്ടർ ആയിരുന്ന ഭാര്യ എലിസബത്താണ് തന്നെ ശുശ്രൂഷിച്ചിരുന്നത് എന്നും അതുപോലെ തന്നെ തൻ്റെ ഡയമണ്ടാണ് എലിസബത്ത് എന്നുമൊക്കെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ ഉൾട്ടയായിരിക്കുകയാണ്. എലിസബത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഹൈ ഡോസ് ഉള്ള മരുന്ന് തനിക്ക് നൽകുകയും തന്നെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് എന്ന് പറഞ്ഞ് വൻ ആരോപണമാണ് എലിസബത്തിന് നേരെ ഇയാൾ പറയുന്നത്. എന്നാൽ ഇത്രയും കാലം എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടർ അവരുടെ ജീവിതം വളരെയധികം മടുത്ത് ജീവിക്കുകയായിരുന്നു. ഡിപ്രഷൻ്റെ മോഡിലായിരുന്നു. കാരണം ഒരുപാട് സ്നേഹിച്ച് അച്ഛനമ്മമാരെയൊക്കെ എതിർത്തുകൊണ്ട് ഇയാളെ വിവാഹം കഴിച്ചതാണ്. പക്ഷെ അത് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അതിന് വ്യക്തമായ തെളിവ് പോലും ഇല്ലാതെ അയാളെ വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവർ. ഒരു ഡോക്ടറാണെങ്കിൽ പോലും അവരിപ്പോൾ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുവരെ മൗനം വെടിഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം അവർ മൗനത്തോടെ നിന്നത് ഇയാളെ പേടിച്ചുകൊണ്ടാണ്. ഇയാൾക്ക് സൈഡിലായിട്ട് ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇവരെയൊക്കെ ഭയന്നുകൊണ്ട് ഇത്രയും കാലം എലിസബത്ത് മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ എലിസബത്ത് ഇപ്പോൾ തുറന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇയാളുടെ കയ്യിലിരിപ്പുകൾ മുഴുവൻ. നമുക്ക് ഏതായാലും ആ പോസ്റ്റുകളൊക്കെ ഒന്ന് കാണാം. നടൻ ബാല ഭാര്യ എലിസബത്തിന് നേരെ വലിയൊരു അലിഗേഷനാണ് നടത്തിയിരിക്കുന്നത്. ഹൈ ഡോസുള്ള മരുന്ന് നൽകി തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ആ ഒരു അലിഗേഷൻ. അപ്പോൾ ഇതിനെതിരെ മൗനം വെടിഞ്ഞുകൊണ്ട് എലിസബത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആസ്ക് ഹിം ടു ക്യാൻസൽ മൈ മെഡിസിൻ ലൈസൻസ്. അയാളോട് പറയൂ, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യാൻ അയാളോട് പറയൂ എന്നാണ്. ഞങ്ങൾ കണ്ടുമുട്ടിയത് FBയിൽ വെച്ചിട്ടാണ്. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വോയിസ് റെക്കോർഡുകളും അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം കൈമാറിയ മെസ്സേജുകളും ഒക്കെ എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഞാൻ അയാളുടെ കൂടെ ജീവിക്കുമ്പോഴും അയാൾക്ക് മറ്റു സ്ത്രീകളോട് ബന്ധമുണ്ട്. നിരവധി സ്ത്രീകളെ അയാൾ ചതിച്ചിട്ടുണ്ട്.
അതുപോലെ ആ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ പോയത് അയാളും അയാളുടെ മദറും എന്നോട് പറഞ്ഞു, എന്താണ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്ന 41 വയസ്സ് കഴിഞ്ഞതിന് മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ പോയത് എന്നാണ് ഈ എലിസബത്ത് പറയുന്നത്. അതുപോലെ അയാൾ എന്നെ മെൻ്റലിയും അതുപോലെ ഫിസിക്കലിയും എന്നെ ടോർച്ചർ ചെയ്തു, ഹരാസ് ചെയ്തു, അതുപോലെ എന്നെ അബ്യൂസ് ചെയ്തു, നിരവധി തവണ എന്നെ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു വിവാഹം നിരവധി ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ കഴുത്തിൽ അയാൾ താലി കെട്ടിയത്. നിരവധി ഓഡിയൻസ് അതിന് സാക്ഷിയായിരുന്നു, ഈവൻ പോലീസുകാർ വരെ അതിന് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇനി അയാളെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും കേസ് കൊടുക്കുകയോ അല്ല അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയും എന്നതിൻ്റെ പേരിൽ അയാൾ എന്നെ നിരവധി തവണ ബ്ലാക്ക് മെയിൽ ചെയ്തു, അതുപോലെ തന്നെ എന്നെ ചീറ്റ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത്. കൂടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിൽ നിന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ ബെഡ്റൂം സീനുകൾ അയാൾ ഞാൻ അറിയാതെ വീഡിയോ എടുക്കുകയും അത് പുറത്ത് കൊണ്ടുവരും അല്ലെങ്കിൽ അത് പുറത്തേക്കിടും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം ത്രെഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫാമിലിയും ഇതിലൊക്കെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ് അയാളുടെ ഗുണ്ടാ സംഘത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ എന്നൊക്കെയാണ് എലിസബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഒരു ട്രബിളിലൂടെയാണ് എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവസാനമായിട്ട് ചിരിച്ചത് അയാളെ വിവാഹം കഴിച്ച സമയത്താണ്. അതിനുശേഷം അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് അവരുടെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും. വളരെയധികം സ്ട്രെസ്സിലൂടെയാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. ഈ മനുഷ്യൻ എത്രത്തോളം കൊടൂരനായ ഒരു ക്രിമിനലാണെന്ന് ചിന്തിക്കൂ. സ്വന്തം മകൾക്ക് പോലും അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് പോലും അയാൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ എത്ര കോടീശ്വരനാണെന്ന് അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വളരെ വലിയ കോടീശ്വരനാണെന്ന് അയാൾ തന്നെ സ്വയം പുകഴ്ത്തുന്നുണ്ട്. എന്നാൽ അയാൾ ചെയ്യേണ്ട കടമ പോലും അയാൾ ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇയാളുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ജോൺസൺ മാവുങ്കൽ. വൻ തട്ടിപ്പ് വീരനായിരുന്നു. ഈ അടുത്ത് നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു. ഈ സമയത്ത് ഈ ബാലയെയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ കേസെല്ലാം കാറ്റിൽ പറന്നു പോയ മട്ടാണ്. കാരണം ബാലയ്ക്ക് ഇതിലുള്ള പങ്ക് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷണം പിന്നീട് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ജോൺസൺ മാവുങ്കലിനെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ അയാൾ ഇതുപോലെ കോടീശ്വരനാണെന്ന് സ്വയം പുകഴ്ത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ 5 പൈസ അയാളുടെ കയ്യിലില്ല, വെറുതെയുള്ള പ്രഹസനം മാത്രമാണ്. നിരവധി പെൺകുട്ടികളെയാണ് അയാൾക്ക് വലയിലാക്കിയത്. അവരെയൊക്കെ പീഡിപ്പിച്ച് നശിപ്പിച്ച കൊടും ക്രിമിനൽസ് ആയിരുന്നു ഈ ജോൺസൺ മാവുങ്കൽ. അയാളുടെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് ഇയാളും എന്നുള്ളത് 100% തെളിവ് സഹിതം ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. എന്നാലും ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി പേരുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻസുമായിട്ട് ഒരുപാട് ആളുകൾ, ഇയാളുടെ കമൻറ്റ് തൊഴിലാളികൾ രംഗത്ത് വരും. ആക്ടർ ബാല ചെയ്യുന്ന ഈ കാര്യങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ സപ്പോർട്ട് കിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ എന്ത് തട്ടിപ്പും വെട്ടിപ്പും നടക്കും. എന്നിട്ട് അതിൻ്റെ പിറകിൽ ഇതുപോലെ നന്മ മരം ചമഞ്ഞുകൊണ്ട് ചില ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യും. അത് കേട്ട് അത് കണ്ട് ചില ആളുകൾ ഇയാളെ പൊക്കി പിടിച്ച് നടക്കാനും ശ്രമിക്കും. എന്തായാലും ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലും ഇതുപോലത്തെ പെൺകുട്ടികളില്ലേ? നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ? അപ്പോൾ കേരളത്തിലെ ഈ 2 പെൺകുട്ടികൾ അനുഭവിക്കുന്ന, ഇയാൾ കാരണം അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനകളും ഇയാളുടെ ഗുണ്ടാ സംഘത്തിൻ്റെ ത്രെഡണിങ്ങും ഒക്കെ ഞെട്ടിക്കുന്നതാണ്. ഇതിന് എന്തായാലും പോലീസൊക്കെ സ്വമേധയാൽ കേസെടുക്കണം. കാരണം പോലീസിൻ്റെയൊക്കെ മുന്നിൽ നടത്തിയ ഒരു വിവാഹമായിരുന്നു എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ. ഇപ്പോൾ പറയുന്നത് നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ്. ഇയാളും ഇയാളുടെ ഫാമിലിയും ഒക്കെ പക്ക ഫ്രോഡാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട്. കാരണം അമ്മയും കൂടി മുന്നിട്ട് നിന്നിട്ടാണ് ആ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലും സമ്മതിക്കാഞ്ഞത്. അതിന് പിറകിൽ തന്നെ ചില അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് മാനസിക രോഗിയാണെന്ന് പറയുന്നു. അതുപോലെ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനെ വലിച്ചിട്ടു. അപ്പോൾ ഇയാൾക്കെതിരെ എന്തായാലും നിയമ നടപടി ഉണ്ടാവണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.